നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി തബാറക്കല്ലാഹ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഖുർആനിലെ പ്രയോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ ആയതുകൊണ്ടാണ്. അഹ്സനുൽ ഖാലിഖീൻ, ഈ അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ ആയതുകൊണ്ടാണ് എന്തായത് അള്ളാഹുവിനെ നമ്മൾ തബാറക എന്ന് പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ഔന്നിത്യം എന്താണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ പ്രത്യേകതകൾ എന്താണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഏറ്റവും ഉദാത്തമായതാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു താല ഈ വിഷയം ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ അഹ്സന ഖലഖ, അള്ളാഹുവിൻ്റെ ആ ഖൽഖിലെ സൃഷ്ടിപ്പിലെ ഏറ്റവും ഉദാത്തമായത്. അപ്പൊ അങ്ങനെ ഒരു ആശയം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ ഒരു 2 സൂറത്തിന്റെ ആദ്യ ഭാഗത്തെ ചില ആയത്തിലാണ് പരിശോധിക്കേണ്ടത്. ആ 2 സൂറത്തിലെ ആദ്യത്തെ ചില ഭാഗങ്ങൾ പരിശോധിച്ചാൽ അവിടെ പറയുന്ന ചില സബ്ജക്റ്റുകളുണ്ട്, വിഷയങ്ങളുണ്ട്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യം നമ്മുടെ ബോധ്യത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഉദാത്തമായ സൃഷ്ടിയാണ് നമ്മളെന്ന്. ആ സൃഷ്ടി അള്ളാഹു നമുക്ക് സൃഷ്ടിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നൽകുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യമുണ്ട്. മറ്റ് ഒരുപാട് കോടാനുകോടി സൃഷ്ടികൾ പറയുന്നത് നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടികൾ. ആ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനായ നമുക്ക് അവർ തന്ന ഈ സൃഷ്ടിക്ക് അത് തന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ 32-ാം അധ്യായം വായിക്കുക. 32 സൂറത്തുൽ സജ്ദ. സൂറത്ത് സജ്ദയിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. എന്തൊക്കെയാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത എന്ന് പറയാൻ പറ്റും? സൂറത്ത് സജ്ദയുടെ പ്രത്യേകത എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞാൽ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ പ്രത്യേകം ഓർഡർ സുന്നത്തുള്ള ഒരു സൂറത്താണ്. സുധാരിസലമ കൂട്ടിയിട്ടുണ്ട്. പിന്നെ സുധാരിസലമ ചെയ്യുന്ന കാര്യമായിട്ട് നമുക്കത് സുബഹി നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ഈ സൂറത്താണ് സ്ഥിരമായിട്ട് ഓടാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സൂറത്തിന്റെ പേര് തന്നെ സജദ. ഈ സൂറത്തിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. സജദയുടെ ഒരു തിലാവത്തിന്റെ സുജൂദുള്ള ഒരു സൂറത്താണ് സൂറത്ത് സജദ. ആ പേരിലാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യ ഭാഗത്തെ നമ്മൾ പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അല്ലാഹു അഹ്സനുൽ ഖാലിഖാണ് ആണ് വിഷയം. അഹ്സനുൽ ഖാലിഖാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയം ഇവിടെയാണ് പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ സൂറത്ത് തോന്നില്ല അതിന്റെ ആദ്യത്തെ 9 ഓടിപ്പെടും.
അലിഫിലാമി കൈവച്ചുള്ള ഗ്രൂപ്പിൽ മുഖത്തറാണ്, പ്രത്യേകിച്ച് അർത്ഥമില്ല. തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ അവതരണം, ലാ റൈബ ഫീഹി, ഒരു സംശയമില്ല, റബ്ബിൽ ആലമീൻ, ആരിൽ നിന്നാണ്? റബ്ബുൽ ആലമീൻ നിന്നാണ്. നമ്മൾ തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ പഠിച്ചോളമല്ലേ? തബാറക്കല്ലദീ നസ്സലൽ ഖുർആൻ അലാ അബ്ദിഹി. നസ്സലിന്റെ അർത്ഥം തൻസീൽ. മനസ്സിലാക്കാൻ പറഞ്ഞത് തൻസീലുൽ കിതാബി മിനല്ലാഹ്, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബുൽ ആലമീനിൽ നിന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ അവതരണം, ഒരു സംശയം വേണ്ട. അതല്ല പറയാൻ കാരണം അം യഖൂലൂന ഇഫ്തറ, അതല്ല അവർ പറയാണോ ഇദ്ദേഹം ഇത് കെട്ടിച്ചമച്ചതാണ്, ആര്? റസൂലുള്ളാഹ് കെട്ടിച്ചമച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. ബൽ അല്ല, ഹുവൽ ഹഖ്ഖു മിൻ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള ഹഖ്ഖാണ്. എന്തിനാണത്? ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ. നിനക്ക് മുമ്പ് അവർക്ക് ഒരു ഉത്ബോധകൻ വന്നിട്ടില്ല, ഇത് ഖുറൈശികളിലേക്ക് ഒരു പ്രവാചകൻ മുമ്പ് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഖുറൈശികൾക്ക് താക്കി നൽകാനാണ്. എന്തിനാണ്? അവർ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടിയാണ്, നേരായ വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആരാണ്? അള്ളാഹുവിന്റെ സമാവാദി വരുന്ന ആകാശഭൂമികളെ പടച്ചവനാണ്. അമാബൈനഹുമ, അതിനിടയിലുള്ളതിനെ ഒക്കെ പടച്ചവനാണ്. അള്ളാഹ് ആരാണ്? ഖാലിഖാണ്. അഹ്സനുൽ ഖാലിഖിലേക്കാണ് എത്തുന്നത്. ശ്രദ്ധിക്കണം, അള്ളാഹു ആരാണ്? ഖാലിഖാണ്. ആകാശഭൂമികളിലുള്ള വസ്തുക്കളെ അതിനിടയിലുള്ളതിനൊക്കെ സൃഷ്ടിച്ചതാരാണ്? അപ്പൊ ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെ എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തെ നിങ്ങൾ സൃഷ്ടിച്ചാലെന്ന് പറയും. ആ ദിവസങ്ങളിലായി സൃഷ്ടിച്ചു. എന്നിട്ട് അവൻ സിംഹാസനത്തിൽ ഇസ്തിവാഹുകയും ചെയ്തു. മാലക്കുമിൻ തുണിയിൽ വലിയ പല ശക്തിയും. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു രക്ഷാധികാരി, ഒരു ശുപാർശകൾ നിങ്ങൾക്കില്ല. അഫലാത്തവും, എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അപ്പൊ ആകാശഭൂമികളെ ഹാരിക്കാരാണ് അല്ലേ? എല്ലാ വസ്തുക്കളും ശ്രദ്ധാവാരാണ് അല്ലേ? അള്ളാഹു അല്ലാതെ നിങ്ങൾക്കൊരു ശുപാർശകനുമില്ല, അള്ളാഹു അല്ലാതെ നിങ്ങൾക്കൊരു വലിയുമില്ല എന്ന് മനസ്സിലാക്കണം. യുദ്ധത്തിൽ അമ്രമിന സമായില്ലൽ അർദി, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അള്ളാഹ് പറയുന്നത് അള്ളാഹ് തൂണിലും തിരുമ്പിലും എല്ലായിടത്തും അള്ളാഹുന്നാണോ? അങ്ങനെ പഠിക്കട്ടെ. അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം പൂർണ്ണമാകേണ്ടത്? അത് റസൂൽ എങ്ങനെ പഠിക്കണം? അപ്രകാരം പൂർണ്ണമാകണം. അള്ളാഹ് ഇവിടെ ആകാശത്തിലാണ്. അപ്പോ യുദ്ധത്തിൽ അമ്രമിനസമായി, ആകാശത്ത് നിന്ന് അവൻ ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഇതൊരു സമാഹ അമ്രമിനസമായില്ല. തുമ്മയാളുകളിലേക്ക്, പിന്നെ അവരിലേക്ക് കാര്യങ്ങളൊക്കെ ഉയർന്നു പോകും. യോമൻ ഒരു ദിവസം, ഈ യോമിൻ ഒരു ദിവസം കാര്യങ്ങളൊക്കെ ഉയർന്നു പോകും. ആ ദിവസം എത്രയാണ്? കാലമില്ലാതെ അതിന്റെ കണക്കെത്ര? അൽഫസനത്തിന് ഇപ്പത്താവുന്നു. നിങ്ങൾ എഴുതുന്ന നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷമാണ് ഒരു ദിവസത്തിന്റെ കണക്ക്. അപ്പൊ ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞില്ല 6 ദിവസങ്ങളിലായി ആകാശഭൂമിയെ സൃഷ്ടിച്ചു പറഞ്ഞില്ല. അവിടെ 6 ദിവസം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ 24 മണിക്കൂർ ദിവസം വിചാരിക്കണം. ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ ദിവസങ്ങൾ പലതാണ്. അതാണ് ഇവിടെ നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന ദിവസത്തിന്റെ ആ കണക്കാക്കുന്ന ദിവസങ്ങൾ വെച്ച് നോക്കിയാൽ 1000 എത്രയാണ് വേണ്ടത്? 1000 സ്ഥലത്ത് 1000 കൊല്ലം. 1000 കൊല്ലമാണ് അന്നത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം. അത് അന്ത്യനാളെ പറ്റിയാണ്, യോഹദ്ദീനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. ദൃശ്യവുമായ ലോകത്തെ കുറിച്ച് അറിയപ്പെടുന്നവനാണ്. അസീസാണ്, റഹീമാണ്, പ്രതാപശാലിയാണ്, കാരുണ്യവാനാണ്. അല്ലദീ, ശ്രദ്ധിക്കണം, അല്ലദീ ആരാണവൻ? അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു. അഹ്സനുൽ ഖാലിഖ് ആണ്. അഹ്സനുൽ ഖാലിഖ്, അഹ്സന ഖലഖ. ആരാണവൻ? അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ. ഓരോ സൃഷ്ടികൾക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയവരുണ്ട്. അത് ഏറ്റവും നല്ല സൃഷ്ടിപ്പാണ്. ഒരു കുറുമ്പിനെ സംബന്ധിച്ചിടത്തോളം
ഉറുമ്പിന് കിട്ടേണ്ട സൃഷ്ടിപ്പാണ് ഉറുമ്പിന് കൊടുത്തത്. ആ ഉറുമ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല സൃഷ്ടിപ്പാണ്. ഒരു ആനയെ അവർ സൃഷ്ടിച്ചു, അത് ആനയ്ക്ക് കൊടുക്കേണ്ട സൃഷ്ടിപ്പനാണ് ആര് കൊടുത്തത്? അള്ളാഹു കൊടുത്തിട്ടുള്ളത്. പറഞ്ഞ മനസ്സിലാവുക. ഓരോ സൃഷ്ടിയെയും അതിന്റെ ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു. അതിൻ്റെയൊക്കെ സൃഷ്ടിപ്പിന്റെ ഘടന അതിനൊക്കെ ആവശ്യമായതാണ്. മനുഷ്യനെ ഉറുമ്പിനെ പോലെ സൃഷ്ടിച്ചാൽ തെറ്റുപറ്റുക അല്ലെ? മനുഷ്യനെ ആനയെ പോലെ സൃഷ്ടിക്കുമ്പോഴാണ് തെറ്റുപറ്റുക. അള്ളാഹു ഓരോ ജീവിക്കും അതിൻ്റെതായ സൃഷ്ടിപ്പ് കൊടുത്തു. എന്നിട്ട് അള്ളാഹു മനുഷ്യനെ പറ്റി പറഞ്ഞു നോക്കി. അപ്പൊ അത് വരും മനുഷ്യ സൃഷ്ടിപ്പ് തുടങ്ങിയത് കളിമണ്ണിൽ നിന്നാണ്. പിന്നെ അവന്റെ പരമ്പര, സന്താനങ്ങളെ, അതിന്റെ പരമ്പരയെ അവൻ ഉണ്ടാക്കിയത് നിസ്സാരമായ ഒരു തുള്ളി വെള്ളത്തിന്റെ സത്തിൽ എന്നാണ്. അതാണ് നമ്മൾ പഠിച്ച തത്വത്ത്. ബാക്കി ثم جعل نسله من سلالة من طين ثم جعل نسله من سلالة من ماء مهين ثم سواه പിന്നീട് നാം അവനെ ശരിപ്പെടുത്തി ونفخ فيه من روحه എന്നിട്ട് അവൻ അതിന്റെ ആത്മാവിനെ അവനിലേക്ക് ഊതി وجعل لكم السمع والأبصار എന്നിട്ട് കാതും കണ്ണും നൽകി വനഫിദത ഹൃദയവും നൽകി ഖലീലൻ മാ തശ്കുറൂൻ നന്ദി കാണിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇത് കിട്ടിയത് പറഞ്ഞു അള്ളാഹു അസ്സൽ ഖാലിഖാണെന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായത്? അള്ളാഹു അസ്സൽ ഖാലിഖാണെന്ന് പറഞ്ഞിട്ട് എന്താ? ഓരോ വസ്തുവിനും അള്ളാഹ് കൊടുത്ത സെറ്റിപ്പ് അതിന്റെ സെറ്റിപ്പാണ്. എന്നിട്ട് അള്ളാഹു മനുഷ്യന്റെ സെറ്റിപ്പിനെ പറ്റി പറയും. എന്നിട്ട് മനുഷ്യൻ അള്ളാഹുക്ക് കൊടുത്തു കണ്ണും കാതും ഹൃദയവും കൊടുത്തു. ഇതിനുള്ള പറയാണ് നന്ദി കാണിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഉറുമ്പിന് നാളെ ഹിസാബില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. മരത്തിന് നാളെ ഹിസാബില്ല. മരം ഒരു സൃഷ്ടിയല്ലേ, വളരില്ല, വലുതാവില്ല, ജീവനില്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ, അല്ലേ വളരുന്നത്? ജീവനില്ലാത്ത വസ്തു വളരും ഇല്ല. ഹിസാബുണ്ടോ? ചോദ്യം ഉണ്ടോ? ഇല്ല. മരത്തിന്റെ പ്രകൃതിയല്ലേ കൊടുത്തത്, സൃഷ്ടിപ്പല്ലേ കൊടുത്തത് അല്ലെ? എന്നിട്ട് അള്ളാഹു ഇവിടെ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ഈ വസ്തുക്കൾ നന്ദി കാണിക്കുന്നില്ല എന്നല്ല. മറിച്ചെന്താ? മരം അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ഒരു മരത്ത് നിൽക്കാൻ കഴിയില്ല. ഒന്ന് തൗഹീദ് രണ്ട് രൂപത്തിൽ. ഒന്ന് നിർബന്ധിതമായി അത് നന്ദി കാണിക്കേണ്ടി വരും. നന്ദി കാണിക്കാതിരിക്കാൻ പറ്റൂല. അതേതൊക്കെ? ഇപ്പൊ അതിന് ജീവജാലങ്ങൾക്കൊക്കെ നിർബന്ധിതമായി നന്ദി കാണിക്കണം. അന്ന് പറഞ്ഞില്ലേ, മരങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്. ആകാശഭൂമി തസ്ബീഹ് ചെയ്യുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്. ഇല്ലേ? ഇല്ലേ? ലാ യഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിനക്ക് മനസ്സിലാവില്ലാതെ ഖുർആൻ. ആരെ? പറവകൾ, പക്ഷികൾ, മൃഗങ്ങൾ അള്ളാഹ് തസ്ബീഹ് ചെയ്യുന്നുണ്ടോ? തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അതിന് അള്ള കൊടുത്ത പ്രകൃതി എന്നെ തസ്ബീഹ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യൻ അള്ള കൊടുത്തത് എങ്ങനെയാണ്? അവന് ഇമ്മാ ഷാക്കിറ ഇമ്മാ കഫൂറ. നന്ദി കാണിക്കാനും പറ്റും, നന്ദികേട് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ മനുഷ്യൻ നന്ദി കാണിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? സമ്മും വസവും ഫുആദ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ സമ്മും വസവും ഫുആദ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ഏത് വിഷയത്തിലാണ്? ഖുർആന്റെ വിഷയത്തിലാണ്. മനുഷ്യൻ നന്ദി കാണിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞത് എവിടെയാണ്? നമ്മുടെ സൃഷ്ടിപ്പ്. അള്ളാഹു നമ്മളെ പടച്ചു. ഈ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ശ്രദ്ധിക്കണേ, സൃഷ്ടിപ്പിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യൻ നന്ദി കാണിച്ച് ജീവിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവ എന്തിനെ പടച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച പ്രകൃതി ഏറ്റവും നല്ല പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ ഭാഗമാണെന്ന് നമുക്ക് ഒരു മനുഷ്യന് തെറ്റും ചെയ്യും ശരിയും ചെയ്യും. പക്ഷെ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി ശരികൾ ചെയ്യലാണ് നന്ദി കാണിക്കാന്ന് പറഞ്ഞത്. അതിനെന്ത് വേണം? അറിവ് വേണം, ദൈവ വേണം. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഞാനിത് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഞാൻ ഈ കാര്യം നിർബന്ധമായി ചെയ്യണം എന്ന അറിവ് ആരാണ് നമുക്ക്
നൽകിയത്? സൃഷ്ടാവായ അള്ളാഹു നമുക്ക് നൽകിയതാണ്. അതിന് കണ്ണും കാതും ഹൃദയം ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ മനുഷ്യൻ ചെയ്യാൻ പറ്റുള്ളൂ, നന്ദി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നന്ദി കാണിക്കലാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത. ഒരു മനുഷ്യനെ ഏറ്റവും നല്ല സൃഷ്ടിയായി പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഓർമ്മ പറയാം. നമുക്ക് കുറെ ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, നല്ല മസിൽ പവർ ഉണ്ട്, നമുക്ക് കുറെ സ്വത്തും സമ്പാദ്യവും മക്കളും വീടും വാഹന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ നമ്മൾ നല്ലൊരു സൃഷ്ടിയാകും. പിന്നെ നമ്മുടെ സൃഷ്ടി നല്ലതാണോ അല്ലേ എന്ന് അള്ളാഹു നോക്കലൊക്കെ നന്ദി കാണിക്കുന്നുണ്ടോ? നന്ദി കാണിക്കുന്നില്ല കൊണ്ടിട്ടാണ് അല്ലേ? ഏത് മനുഷ്യൻ മരിച്ചാലും കബറിലാണ്ട് കൊണ്ടേച്ചെന്താ ഉണ്ടാകുക? കബറിലാണ്ട് കൊണ്ടേച്ചെന്താ ഉണ്ടാകുക? മണ്ണായി മാറും അല്ലേ? അല്ലേ? അത് ഏത് സമാധിയാണെങ്കിലും അങ്ങനല്ലേ? മഹാസമാധിക്ക് കിട്ടിയില്ലേ? മഹാസമാധി കിട്ടിയില്ലേ? പത്രത്തിൽ വായിച്ചില്ല? എന്താ? അപ്പൊ രക്ഷിതാക്കൾ പ്രാർത്ഥിക്കുന്നത്, വയസ്സായ മാമാന്മാർ പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ മക്കൾ ഞങ്ങളെ സമാധിയാക്കുന്ന മുമ്പ് ഒന്ന് വെച്ചിട്ടേ മതിയാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ കൊണ്ടേറ്റ് ഇരുത്താണ്. സമാധി ചെയ്യുമ്പോൾ കൊണ്ടേറ്റ് ഈ ജീവനുള്ള ആളെ കൊണ്ടേ ഇരുത്തിട്ട് സമാധിയാക്കണം. ഏത് വലിയോരും പ്രവാചകന്മാരുടെ ശരീരമല്ലാത്ത ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരുടെ ശരീരവും എന്ത് ചെയ്യും? ആ പ്രവാചകന്മാർ നമ്മൾ കൊടുത്ത പ്രത്യേകത. ബാക്കിയുള്ളതൊക്കെ പോകും, എല്ലാം പോകും. എത്ര സുന്ദരനാകട്ടെ, എത്ര ആരോഗ്യമുള്ളവരാകട്ടെ, മരിച്ച് അന്ന് കിടന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ 30-32 വയസ്സുള്ള നല്ലൊരു ചുരുക്കുള്ള അധ്യാപകൻ, അയാളെ വീട്ടിൽ അയാളവിടെ താമസം, അയാൾ 2-3-4 ദിവസങ്ങളായിട്ട് അയാളെ പുറത്ത് കാണാണ്ടിരുന്നപ്പോൾ അയൽവാസി പരാതിപ്പെട്ടു. പോലീസ് വന്ന് നോക്കുമ്പോൾ കസാരയിൽ പുസ്തകമായിട്ട് ഒരു കസാരയിൽ ഇരുന്ന് മരിച്ചിട്ടുണ്ടാകും. പോലീസിനാണ് ചെന്നപ്പോഴാണ് ദുർഗന്ധം കാരണം അവിടെ എടുക്കാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? അങ്ങനെ അതാരായിരുന്നാലും തന്നെ ഈ ശരീരം അതിനുള്ളതാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഉഷാറാക്കി, നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് ശരീരം നല്ല പുഷ്ടിപ്പെടുത്തി ജിമ്മിൽ പോയി രാവിലെ എക്സസൈസ് വ്യായാമങ്ങളൊക്കെ ചെയ്ത് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഈ മിനുക്കുണ്ടാക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഇതാ ഊഹനം പോയാൽ പിന്നെ തീർന്നു. അപ്പൊ എന്ത് വേണം? ഈ ശരീരം അള്ളാഹു തന്ന ഈ ശരീരം ഏറ്റവും നല്ല സൃഷ്ടിപ്പാണ്. ആ സൃഷ്ടിപ്പ് നല്ല സൃഷ്ടിപ്പാകണമെങ്കിൽ അള്ളാഹു അങ്ങനെ നമ്മളെ കബൂൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കണ്ണും കാതും ഹൃദയവും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ തുറന്നു വെക്കണം. നമ്മുടെ ഖുർആനിൽ മുന്നിൽ തുറന്നു വെക്കണം. അപ്പൊ ഖുർആൻ പഠനമാണ് ഒരാളെ ഉത്തമനാക്കി മാറ്റുന്നത്. മനസ്സിലായോ? ഖുർആൻ പഠനമാണ് ഒരാളെ ആരാക്കി മാറ്റുന്നത്? നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമൻ ആരാണ്? പഠനക്കാരൻ. ഇതാണ് ഇതിൽ നമുക്ക് പഠിക്കാൻ ഒന്നാമത്തെ പാഠം. ഇനി നിങ്ങൾ അടുത്ത സൂറത്ത് നോക്കുക. 64-ാമത്തെ സൂറത്ത് തഗാബൻ. 64 സൂറത്ത് തഗാബൻ 64-ാമത്തെ സൂറത്ത്. അല്ല, ആദ്യത്തെ 5 يعلم ما في السماوات والأرض
ശ്രദ്ധിക്കണം, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹ് തസ്ബീഹ് ചെയ്യുന്നു. ഒരു നേരത്തെ പറഞ്ഞ ആശയം അവനാണ് രാജാധികാരം, അവനാണ് എല്ലാ സ്ഥിതിയും. എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ശ്രദ്ധിക്കണേ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഖലഖ എന്റെ ഇസ്മുമാരാണ് ഖാലിഖ്. ഫമിൻകും കാഫിർ, നിങ്ങളെ കൂട്ടത്തിൽ കാഫിറുണ്ട്. വമിൻകും മുഅ്മിൻ, നിങ്ങളെ കൂട്ടത്തിൽ മുഅ്മിനുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട്? അല്ലാഹ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയായ നിങ്ങളെ കൂട്ടത്തിൽ മുഅ്മിനുണ്ട്, കാഫിറുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തെയും കണ്ടറിയുന്നവനാണ്. ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ അതിന്റെ മുറപ്രകാരം അവർ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെയാണോ സൃഷ്ടിക്കേണ്ടത് അതുപോലെ. നിങ്ങളെ അവൻ രൂപപ്പെടുത്തി. ഏറ്റവും നല്ല രൂപം. അഹ്സന ഖലഖ നമ്മൾ നേരെ വായിച്ചു. എങ്ങനെ? ഹുവല്ലദീ ഖലഖക്കും എന്ന് പറഞ്ഞു. ഇവിടെ അഹ്സന സുവറം, രൂപം മികച്ചതാക്കി, മനുഷ്യന്റെ രൂപം മികച്ചതാക്കി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു മനസ്സിലാണ്ട് പറഞ്ഞത്. സൗവറക്കും, അവനാണ് നിങ്ങളെ രൂപപ്പെടുത്തിയത്. എങ്ങനെ? മനുഷ്യ ഋതുഫത്ത് എന്ന് പറഞ്ഞാല് ബീജത്തിൽ തുള്ളിയല്ലേ, അലക്കത്തിൽ അട്ടനപ്പോലെ ഒരു തവളാപ്പൂട്ടിൽ പോലെ സാധനല്ലേ ഈ തവളാപ്പൂട്ടിൽ നമ്മളൊക്കെ അല്ലെ. എന്നിട്ട് അതിനെങ്ങനെ രൂപപ്പെടുത്തി മനുഷ്യപ്പെടുത്തി നമ്മളാക്കിയില്ലേ അല്ലെ. ഈ തലയോട്ടി ഒരു കുഞ്ഞിന്റെ, ഒരു മനുഷ്യൻ പിറന്നു വരുമ്പോൾ ഉണ്ടാകുന്ന തലയോട്ടി, ആ തലയോട്ടിയോട് കൂടിയിട്ട് ഒരു കുഞ്ഞിന് ജനിക്കാൻ കഴിയില്ല, പ്രസവിക്കാൻ കഴിയില്ല. അപ്പൊ അതെന്താ ചെയ്യണത്? 27ഓളം കഷ്ണങ്ങളാക്കി അവ തലയോട്ടിയെ മാറ്റിയാണ്. 27ഓളം കഷ്ണങ്ങളാക്കി തലയോട്ടി അള്ളാഹുവിനെ ഉടച്ചിട്ടാണ് ഒരു കുഞ്ഞി ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തു വരുന്നത്. ഇല്ലെങ്കിൽ ഒരു ഉമ്മാക്കും പ്രസവിക്കാൻ കഴിയില്ല. കുട്ടി പുറത്തേക്ക് വന്ന ഉടനെ തന്നെ എന്തായി? ആദ്യം കൈയാണോ കാലാണോ തലയാണോ പുറത്ത് ചെയ്യാൻ? എന്താ വരണ്ടി? അതൊരു ചക്രമാണ്, ഒരു ചക്രമാണ്. അതങ്ങനെ തിരിഞ്ഞ് പ്രസവത്തിന് അടുത്ത സമയമാകുമ്പോൾ തലയാണ് പുറത്തേക്ക് വരാൻ പാകത്തിന് വരിക. ആ തലയോട് 26 കഷ്ണങ്ങളാക്കിയിട്ട് അവ പുറത്തേക്ക് കൊണ്ടുവരാണ്. അല്ലെങ്കിൽ ഒരു ഉമ്മാക്ക് പ്രസവിക്കാൻ കഴിയില്ല. നിമിഷ നേരം കൊണ്ട് എന്തായി? പുറത്തേക്ക് വന്നതോടുകൂടി ആ തലയോട്ടി അള്ളാഹു ഉറപ്പിച്ചു. പുറത്തേക്ക് വന്നതോടുകൂടി ആ തലയോട്ടി ഉറച്ചു. അവ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ കുട്ടി പുറത്തു വരില്ല. ആ തലയോട്ടി ഉറച്ചു വരും. എത്ര നല്ല രൂപമാണ്. അഹ്സന സുവറക്കും എത്ര നല്ല രൂപമാണ്. ഇത് പറഞ്ഞതാണ് മെസ്സേജ്. കണ്ടില്ല. അവനിലേക്കാണ് അവസാനത്തെ മടക്കം. എത്ര നല്ല രൂപമായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും മടക്കം കൊടുക്കാണ് അല്ലാഹുവിനെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ്? യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട്. വയഅലമു മാ തുസിറൂന വമാ തുഈനൂൻ, നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, നിങ്ങളെ മനസ്സുകളിൽ ഉള്ളത് മുഴുവൻ ആത്മാനാണ് അറിയുന്നത്. എന്താ വേണ്ടതെന്നറിയാം? ഈ സൃഷ്ടിപ്പ് ഈ ആയത്തേതാണ്. നമ്മളെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങൾ പറയുന്ന ആയത്താണ് മുഅ്മിനൂൻ ആയത്ത് അല്ലേ. എന്നിട്ട് അവസാനം എന്നിട്ട് അള്ളാഹു ഇതിനെപ്പറ്റി വിശദീകരിക്കുന്ന 2 സ്ഥലങ്ങളാണ് സൂറത്ത് സജദയും തഖാബും. ഈ സജദയിൽ അള്ളാഹു വളരെ നന്ദി കാണിക്കണം. ചുരുക്കുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾ, പക്ഷെ ചുരുക്കുള്ള മനുഷ്യന്മാരായിട്ട് വരില്ല. നന്ദി കാണിക്കുന്നത് കുറച്ച് അല്ലെ. എന്റെ മതസ്കോൾ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സുന്ദരമായ രൂപവും ഘടനയൊക്കെ തന്നു, പക്ഷെ കാര്യം മനസ്സിലാക്കിപ്പോയി നിങ്ങൾ മടങ്ങിപ്പോകാനുള്ളവരാണ്. ഇവർക്ക് അള്ളാഹുവിന്റെ. അതുകൊണ്ട് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നാക്കണം. ഹൃദയത്തിലുള്ള ആരറിയും? അള്ളാഹു അറിയും. അള്ളാഹു അറിയാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അള്ളാഹു ആരായിട്ടുണ്ടാവുക. അപ്പൊ ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാറുണ്ട്. ജനുവരി 26 ആയതുകൊണ്ട് എയർപോർട്ടിലേക്ക് 3 മണിക്കൂർ മുമ്പ് സുരക്ഷിത വാതായിട്ട്
മെസ്സേജ് കൊണ്ടുപോകാണ് നമ്മൾ ക്ലാസ് കുറച്ച് നേരത്തെ ആക്കിയത്. ഇപ്പോൾ നമ്മൾ പോയാലും 2 മണിക്ക് നേരത്തെ എത്തുമ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ക്ലാസ് അവസാനിക്കും. ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും. ഇടയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ആ കാര്യങ്ങളാണ് മനസ്സിലുണ്ടാവുക. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പ്രകാരം ജീവിക്കാനും അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊണ്ട് മാപ്പാക്കട്ടെ. മരണപ്പെട്ടുപോയത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാധീനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك